മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ സംഭവത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വിദഗ്ധ സംഘം കൂരിയാടെത്തി. NHI നിയോഗിച്ച 3-അംഗ വിദഗ്ധ സമിതിയാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് 3-അംഗ വിദഗ്ധ സമിതി പരിശോധിക്കാനുള്ള തീരുമാനം എടുത്തത്. മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ സംഭവത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വിദഗ്ധ സംഘം കൂരിയാടെത്തി. NHI നിയോഗിച്ച 3-അംഗ വിദഗ്ധ സമിതിയാണ് സ്ഥലത്ത് സന്ദർശനം നടത്തിയത്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് 3-അംഗ വിദഗ്ധ സമിതി പരിശോധിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നത്. ജയ്പൂരിൽ നിന്നുള്ള ഡോക്ടർ അനിൽ ദീക്ഷിത്, കൊച്ചിയിൽ നിന്നുള്ള ഡോക്ടർ ജിമ്മി തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ദേശീയപാതയ്ക്ക് മുകളിലായിരുന്നു പരിശോധന. സംഭവസ്ഥലത്ത് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കാനാണ് പരിശോധനയ്ക്കായി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചത്. പരിശോധനയ്ക്ക് ശേഷം ഇവർ സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അതേസമയം നിർമ്മാണത്തിൽ അപാകതകൾ സംഭവിച്ചിട്ടില്ലെന്നും സ്ഥലത്തിന്റെ മണ്ണിന്റെ പ്രശ്നമാണ് അപകട സാധ്യതയ്ക്ക് കാരണമായതുമെന്നാണ് കരാർ കമ്പനിയായ KNRC പറയുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു കൂരിയാട് ദേശീയപാത വലിയ തോതിൽ ഇടിഞ്ഞത്. ദേശീയപാത ഇടിഞ്ഞതിൽ വൻ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തിയിരുന്നു. പ്രാഥമികമായിട്ടൊരു പരിശോധനയിൽ ഈ നേരത്തെ NHI പറഞ്ഞ പോലെ മഴ മൂലമുണ്ടായ സമ്മർദ്ദമാണെന്നൊരു വിലയിരുത്തലുണ്ടോ? ഇതിനുപയോഗിച്ച സാധന സാമഗ്രികളുടെ ഗുണമേന്മ പോരാന്നൊക്കെ നാട്ടുകാർ പറഞ്ഞിരുന്നു. പരിശോധിക്കേണ്ടി വരും അല്ലേ? ഒരു ഫ്ലൈ ഓവർ വേണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിന് സാധ്യമാണോ ഈ മേഖലയിൽ? ഈ നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ്. അത് പ്രതി വയലിൽ മണ്ണ് പരിശോധന നടത്തിയില്ല എന്നൊക്കെയാണ് ആളുകളുടെ പരാതി. സർ, ഇനി പരിശോധന പൂർത്തിയായോ? KNRC അധികൃതരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും കമ്പനി അധികൃതരുമായിട്ടൊക്കെ ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇപ്പല്ലേ ഒപ്റ്റോമെട്രിസ്റ്റ് ആയാല് ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ അസിസ്റ്റന്റിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കേട്ടല്ലോ. അതെന്താ? ഒഫ്താൽമോളജിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് കരിയർ ഇല്ല? അത് ഞാനും കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെയൊന്നും അല്ലല്ലോ. അല്ല, അങ്ങനെയല്ല. കാരണം നമ്മുടെ പാരാമെഡിക്കൽ ഫീൽഡിൽ തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ അല്ലേ ഒപ്റ്റോമെട്രി. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വിഷൻ തെറാപ്പി സെൻ്ററും റിഹാബിലിറ്റേഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ കോൺടാക്ട് ലെൻസ്, പ്രോസ്തെറ്റിക്കായി ഇതൊക്കെ ഡീൽ ചെയ്യുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ. ഇതുകൊണ്ട് സ്വന്തമായിട്ടൊരു നിലയിലേക്ക് എത്താൻ പറ്റൂല്ലേ? അപ്പോൾ ചോദിച്ചിരുന്നത് ഒപ്റ്റോമെട്രി പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണ്? അതിന് നമ്മുടെ അൽസ്ലാം ഉണ്ടല്ലോ. ഇവിടെ ആകുമ്പോൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അഡീഷണലി നമുക്ക് ഈ വീക്കിലി കിട്ടുന്ന കേസ് പ്രസൻറ്റേഷൻസും അതുപോലെ ഈ ക്യാമ്പ്സും ഒക്കെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അൽസ്ലാം എന്ന ബെസ്റ്റ്.